അഞ്ചു നീ ഇവിടെ ഇരിക്കണ? ആ, എന്താണ് മായേ? നിനക്കപ്പൊ കുടുംബശ്രീക്ക് വരാറുന്നില്ലേ? നീ ഇവിടെ വെറുതെ ഇരിക്കല്ലേ? നിനക്കൊന്നും ഒന്നുകൂടെയിരുന്ന ഇപ്പൊ കാണാറില്ലല്ല. കുടുംബശ്രീക്ക് വന്നിട്ട് എന്തിനാണ്? എല്ലാരും കൂടി വർത്താനം പറയും. എനിക്കതൊന്നും ഇഷ്ടമല്ല. അതിന്റെ ചാറ്റ് ചെയ്യാ നല്ല രസം. ഓ, നിനക്ക് ചുറ്റും നടക്കണമെന്ന് അറിയണ്ടല്ലോ. ഒരു മൊബൈല് മതിയല്ല അവക്ക്. ഇടി ഈ മൊബൈലിൽ ലോകം അത് വേറെ തന്നോട്. ഇത്ര പേരാണല്ലോ എന്നോട് ചാറ്റാനായിട്ട്. ആ ചെക്കന്മാരാ ആനന്ദന്മാര്. അപ്പൊ ആ സീനിയറാണ് ഇതൊക്കെ മെസ്സേജ് അയക്കുന്നില്ല. എന്റെ പൊറന്നോ, ഇതെന്തിനാണിത്? ഇതൊക്കെ ചേട്ടൻ അറിഞ്ഞാൽ വലിയ പ്രശ്നമാകട്ടെ. പിന്നെ ഇത്ര നാളായിട്ട് ചേട്ടൻ അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ മാനേജ് ചെയ്യാനേ എനിക്കറിയാം. പുള്ളിക്കൻ രാവിലെ ജോലിക്ക് പോയില്ലേ, രാത്രിയില് കയറി വന്നത്. ഇതൊറ്റിക്കും അതിലൊക്കെ ട്രിക്കാടേ നോക്കുന്നു. ഇതൊക്കെ അറിയോ? ആ, ഇത് നമ്മള് മറ്റേ സീനിയർ. എന്റെ മോളെ വെറുതെ പണിയാവോട്ടാ. പണിയാവും. ഞാൻ പറയാനുള്ളത് പറഞ്ഞേ. എനിക്ക് പിന്നെ രസം അറിഞ്ഞൂടാ, അതാണ് ഇങ്ങനെ പറഞ്ഞത്. ഇനി നീ ഇപ്പൊ കണ്ടതല്ലേ അവരെന്തൊരു കേറിയാണ്. പൊന്നെ ചക്കരെ ഊണ് കഴിച്ചോ, ചായ കുടിച്ചോ, നമ്മളെ കിട്ടിയവരെല്ലാം പറയോ? പണ്ടെങ്ങാനും പറഞ്ഞ നോക്കാറും കൂടിയില്ല. പിന്നെ എന്തിന് നമുക്കൊന്നൊരു അസുഖം വന്നാ മതി. ഇവരെന്തൊരു കേറിയെന്ന് അറിയോ? മരുന്ന് കഴിച്ചോ, ചോറുണ്ടോ, ചോറ് കഴിക്കണ്ടെന്ന് പറയുന്നത്. കഞ്ഞി കുടിച്ചാൽ മതി. ഇപ്പോട്ട് കഞ്ഞി കുടിക്കും. നമ്മളെ കിട്ടിയവരെ പറയൂ? പറയില്ല. ഇതൊക്കെ ഒരു രസോടി. എനിക്കാണെങ്കിൽ രണ്ടുമൂന്നേരം ഞാൻ പരിചയപ്പെടുത്തി തരാം. എന്റെ പൊണ്ണു, എനിക്ക് ആരുടെ നമ്പറൊന്നും വേണ്ട. വീട്ടിലെ കാര്യങ്ങളായാലും പിള്ളേരെ ആരുടെ ആണെന്നുള്ള സമയം തികയില്ല. പിന്നെ സമ്മതിക്കണോട്ട് ഇത്രയും പേരെ ചാറ്റ് ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ നോക്കണേന് ഞാൻ പോണം. വേണ്ടോ